നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം വല്ലാണ്ട് ചർച്ച ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ED കേസും EDയുമായി ബന്ധപ്പെട്ട് കരിമണൽ കേസും CMRലും കരിമണൽ കർത്തയും പിണറായി വിജയനും വീണ വിജയനും അങ്ങനെ ഒരുപാട് കേസുകൾ, ഒരുപാട് ആൾക്കാർ. അതിനിടയിൽ പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. മകൾ ഈ പറഞ്ഞ പോലെ ചോദ്യശരങ്ങൾ കൊണ്ട് ED ഓഫീസ് വീട് എന്ന് പറഞ്ഞ മകളും നടക്കുന്നു. എന്തായാലും ഈ കാര്യങ്ങളുടെ കിടപ്പ് എന്തായാലും ഈ പറഞ്ഞ പോലെ വീണ വിജയനിൽ നിന്ന് നേരിട്ട് പിണറായിലോട്ടോ, ഷോൺ ജോർജിൻ്റെ വാക്ക് കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ മാത്രമാണ് വീണ വിജയനിലോട്ട് കൈ ചൂണ്ടുന്നത്. യഥാർത്ഥ പ്രതി അത് നിയമസഭയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നു. അപ്പം എന്തായാലും ആ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് മകളെ തൊടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ പോയി ചോദ്യം ചോദിക്കുന്നു ED. അതേ EDയുടെ വണ്ടിയിൽ SFIയുടെ ആൾക്കാർ അല്ലെങ്കിൽ CPMന് ശിവൻകുട്ടി അടക്കമുള്ള പല മുൻ മന്ത്രിമാരും അടക്കം നേതൃത്വം കൊടുത്തെങ്ങാണ്ട് CPM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തോട് ആഹ്വാനം ചെയ്യുന്നു. പാർട്ടി പ്രവർത്തകരെ പോയി തടയുന്നു, ആക്രമിക്കുന്നു, അതിൽ ചില്ല് തട്ടിയിട്ട് പല ആൾക്കാർക്കും പരിക്കേൽക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് പോകുന്നു. ED അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുക്കുന്നു. ED നേരിട്ട് കോടതിയിൽ സാധനത്തിൽ കേസ് കൊടുക്കുന്നു. അത്രയും കാലമില്ലാത്ത ഒരു പ്രക്രിയ എന്നുള്ള EDയുടെ ഡയറക്ടർ നവീൻ നേരിട്ട് കേരളത്തിലോട്ട് വരുന്നു. വലിയ തരത്തിൽ ആ കേസിൻ്റെ ഉത്തരവാദിത്വം നേരിട്ട് ഏറ്റെടുക്കുന്നു. അതിനുവേണ്ടി ചർച്ചകൾ നടത്തുന്നു. CPMന് ഏത് വിധേനയും ഒതുക്കും എന്നുള്ള പരിപാടിയിലാണ് ED ഒരു വശത്ത് പോകുന്നത്. മറുവശത്ത് പിണറായിയുടെ മകളെ തൊട്ടപ്പോഴേക്കും EDയെ ആക്രമിച്ച അതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മകൾ കൊടുത്ത അഡ്രസ്സ് ഈ പറഞ്ഞ പോലെ AKG സെൻ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ED പോകേണ്ടി വരുന്ന സ്ഥലം സ്വാഭാവികമായിട്ടും അന്വേഷണം എങ്ങനെ പോയി കഴിഞ്ഞാലും അവസാനം അത് എത്തിച്ചേരുന്നത് AKG സെൻ്ററിലോട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ വീട്ടിൽ പോയപ്പോൾ EDയുടെ EDയുടെ വണ്ടി തകർത്തു എന്നുണ്ടെങ്കിൽ AKG സെൻറ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ EDയുടെ തലസ്ഥാനം വരെ CPMോ അല്ലെങ്കിൽ SFIയോ തീ കൊളുത്തി ഇല്ലാണ്ടാക്കും എന്നുള്ള തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അക്രമത്തിന് യാതൊരുവിധ പഞ്ചമില്ലാത്ത പാർട്ടിയാണ്. അപ്പം ശബരിനാഥിൻ്റെ വാക്കിൽ കടമെടുത്ത് കഴിഞ്ഞാൽ ഗുണ്ടകൾ മാത്രം അധിവസിക്കുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് CPM എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു സാധനം നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. അപ്പം എന്തായാലും AKG സെൻറ്ററിൽ കൊടുത്തതോടുകൂടി വളരെ കൃത്യമാണ്. ഇതേവരെ ഇല്ലാത്ത ഒരു പാർട്ടി പ്രവർത്തകർക്കും ഒരു പാർട്ടി നേതാക്കന്മാർക്കും CPMൽ ഇന്നേവരെ കിട്ടാത്തൊരു പ്രിവില്ലേജാണ് പിണറായി വിജയന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇപ്പം എനിക്കെതിരെ കത്തോ അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനത്തിന് അഡ്രസ്സോ കൊടുക്കുമ്പോൾ എൻ്റെ സ്ഥാപനം എനിക്കുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സായിരിക്കും. അതല്ലെങ്കിൽ എനിക്കെതിരെ കത്ത് വരാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലത്തെ അഡ്രസ്സായിരിക്കും ഞാൻ കൊടുക്കുക, സ്ഥാപനം ഇല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു പാർട്ടി ഓഫീസ് നല്ല സ്ഥാപനമായി കണ്ട് അതിലോട്ടുള്ള അഡ്രസ്സാണ് വീണ വിജയൻ കൊടുക്കുന്നുള്ളത്. അപ്പം എന്താണ് ഇതിൻ്റെ മൊത്തം കിടപ്പിൻ്റെ അവസ്ഥ? ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ EDയുടെ അടുത്ത പോക്ക് AKG സെൻറ്ററിലോട്ടായിരിക്കില്ലേ? ഫവാസ്, അത് തർക്കമില്ലാത്തൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. അപ്പോൾ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഞാനോ ഫവാസോ ഏതെങ്കിലും തരത്തിലൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ അഡ്രസ്സായിട്ട് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സും റെസിഡൻഷ്യൽ അഡ്രസ്സും നമ്മുടെ വീട്ടു അഡ്രസ്സും കൊടുക്കും. സാധാരണഗതിയിൽ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ വിജയൻ ഒഫീഷ്യൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് ബംഗളൂരുവിലുള്ള ഒരു അഡ്രസ്സാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് AKG സെൻ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് എങ്ങനെ സാധ്യമാകും? കാരണം AKG സെൻ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, AKGയുടെ പാവന സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അന്ന് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അനുവദിച്ചു കൊടുക്കപ്പെട്ട സ്ഥലമാണ് CPMനത്. അതും അനധികൃതമായി പുറമ്പോക്ക് പതിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കേസുകൾ പിന്നെ നടക്കുന്നുണ്ട്. അതെന്തുമാവട്ടെ, അവിടെ എന്തായാലും AKG സെൻ്റർ പണിതിരിക്കുന്നു. ഈ AKG സെൻ്ററിൻ്റെ അഡ്രസ്സ് താൻ ചെയ്യുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന് പിണറായി വിജയൻ്റെ ഭാഷ കടം കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ കമല അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടിയ തുച്ഛമായ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ വിജയൻ ഒരു കമ്പനി തുടങ്ങുന്നു. പണം കുറവായതിൻ്റെ പേരിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ മതി എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ തന്നെ ഒരു കമ്പനി തുടങ്ങുന്നു. അവർ ബംഗളൂരുവിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു, ഒരാൾ മാത്രമുള്ളൊരു കമ്പനി. പിന്നീട് അവരുടെ സ്വപ്രയത്നം കൊണ്ട് അത് മെല്ലെ വളർന്നു വരുന്നു. പല ബിസിനസ്സുകളും അവർക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ പറഞ്ഞത്. അതായത് ഭാര്യ കമലയുടെ റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ അവരുടെ ആനുകൂല്യങ്ങൾ വെച്ച് തുടങ്ങിയ ഒരു കമ്പനി, വളരെ ചെറിയ തുക, അല്ലെങ്കിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറിന്, അതും അവർ LP ടീച്ചറായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. LP ആവട്ടെ UP ആവട്ടെ, ഒരു 20 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പോലും ഒരു ടീച്ചറിന് പിരിഞ്ഞു പോരുന്ന സമയത്ത് എത്ര പണം കിട്ടും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തായാലും അത് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു IT കമ്പനിയൊക്കെ തുടങ്ങാൻ വീണ്ടും തരത്തിലുള്ള ഒരു മൂലധനം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക, ഫവാസ് ക്ഷമിക്കുക. എന്തായാലും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഇതാണ്. അങ്ങനെയെങ്കിൽ
വീണാ വിജയൻ അത്തരത്തിലാണ് ഒരു കമ്പനി തുടങ്ങിയതെങ്കിൽ എന്തിനാണ് അതിന് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക? AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ മഹാനായ ഒരു വ്യക്തിയുടെ പേര് കൂടി ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്തത്. അധസ്ഥിത വർഗത്തിൻ്റെ അടിയാളവർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ. AKG എന്ന് പറഞ്ഞാൽ ആ 3 അക്ഷരത്തിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആദർശ കമ്മ്യൂണിസത്തിൻ്റെ മുഖം തെളിയുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം കാണപ്പെടുന്ന ഒരു രൂപം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മന്ദിരത്തിൽ, ആ മന്ദിരം തന്നെ അദ്ദേഹത്തിൻ്റെ പേരും മന്ദിരവും എല്ലാം അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. മറിച്ച് സാധാരണക്കാരനായ ഏതെങ്കിലും CPM സഖാവിൻ്റെ മക്കൾക്ക് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് എന്തെങ്കിലും തരത്തിലൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സമ്മതിക്കുമോ? ഇനിയിപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയായിരുന്നു. എൻ്റെ വീട്ടിൽ ടെലിഫോൺ കണക്ഷൻ വരുന്നതിന് മുമ്പ് തൊട്ട് അയൽവക്കത്തെ വീട്ടിൽ നമ്മുടെ തന്നെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്പറുകൾ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അത് പഠിക്കുന്ന സമയത്തൊക്കെയുള്ള കാര്യം പറയുന്നത്, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോൾ ഈ PP നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ PP നമ്പർ കൊടുക്കുമ്പോഴും നമ്മൾ പറയും വിളിക്കേണ്ട സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്തല്ലാതെ വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ കിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ബന്ധുവീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ ഒരു കോൾ വരാൻ സാധ്യതയുണ്ട്, നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കൊടുത്തത്. അവരനുവദിച്ചുകൊണ്ട് ഞാനത് കൊടുത്തു. ഇതുപോലെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു PP നമ്പർ കൊടുക്കുന്നത് പോലെയല്ലല്ലോ AKG സെൻറ്ററിൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ വലിയ അപജയം ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ അറിയാതെ അല്ലല്ലോ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ ED ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ ചോദ്യത്തിനും എനിക്കറിയില്ല, ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന് വേണ്ടി മറ്റാരെങ്കിലുമാണ് വീണയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അത് ഉറപ്പാണ്. ആ ഒരു നിഗമനത്തിലേക്കാണ് EDയും ചെന്നിരിക്കുന്നത്. അതായത് വീണയെ മുൻനിർത്തി പിണറായിയോട് ചേർന്ന ഒരു മൂന്നാമനോ നടത്തിയിരിക്കുന്ന ഒരു കളി തന്നെയാണ് ഇത് എന്നുള്ളത് കൃത്യമായി ED വിലയിരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുത്തതിൻ്റെ പേരിൽ എനിക്കോ ഫവാസിനോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോലീസുകാരൻ അന്വേഷണത്തിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഈ അഡ്രസ്സ് തേടിപ്പിടിച്ച് വരുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ EDയുടെ അന്വേഷണം ചെല്ലുമ്പോൾ ആദ്യം പിണറായി വിജയൻ്റെ ബേക്കറി മുക്കിലുള്ള വീട്ടിലേക്ക് ചെന്നു. കാരണം പിണറായി വിജയനെ തേടിയല്ല ചെന്നത്, പിണറായി വിജയൻ്റെ ഒപ്പമാണ് മകൾ വീണാ വിജയൻ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ആ വീട്ടിലേക്ക് ചെന്നത്. അന്ന് ED റെയ്ഡ് കഴിഞ്ഞ് പോകുമ്പോൾ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ED വന്നത് എന്നോട് യാതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല, വീണയോട് ചോദിച്ചു, എന്നോട് ചോദിച്ചിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്ക് പിണറായി വിജയൻ പറഞ്ഞു നമുക്കിതിനെ ഒരുമിച്ച് നേരിടാമെന്ന്. വീണ എൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് സമയത്ത് കിട്ടിയ ചെറിയൊരു തുക കൊണ്ട് അവർ സ്വതന്ത്രമായൊരു കമ്പനി തുടങ്ങി. അങ്ങനെ വീണ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടൊരു കമ്പനി തുടങ്ങിയതിന് വീണയുടെ ഈ CMRലെ എക്സാലോജിക്കും തമ്മിലൊരു കമ്പനി കേസിൽ അവർ റെയ്ഡ് ചെയ്തതിന് പിണറായി വിജയൻ എന്തിനാ CPMനോട് നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് പറയുന്നത്? ഈ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അത് കോടിയേരിയുടെ മകനോട് കൂടി കാണിക്കണമായിരുന്നു അവർ. തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കോടിയേരിയുടെ കുടുംബം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ബിനീഷ് കോടിയേരിക്കെതിരെ മയക്കുമരുന്ന് കേസിനൊരു റെയ്ഡ് നടക്കുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സഹായം ഉണ്ടായില്ല. അന്ന് കോടിയേരി ജീവിച്ചിരിക്കുന്ന കാലമാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് കോടിയേരി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞു. EDയൊക്കെ അന്വേഷണത്തിന് വരുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണുമല്ലോ. അങ്ങനെയെങ്കിൽ അവർ പാർട്ടി അതിൽ ഇടപെടേണ്ട കാര്യമില്ല, അവർ വ്യക്തികളാണ്, കുടുംബം നോക്കിക്കോളും എന്ന് പറഞ്ഞു. അതായത് കോടിയേരിയുടെ കുടുംബത്തെ പിണറായി അന്ന് കൈവിട്ടു. മറിച്ച് പിണറായി വിജയൻ്റെ മകളെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ED റെയ്ഡിന് വരുമ്പോൾ ED സഞ്ചരിച്ചിരുന്ന 3 കാറും തല്ലിപ്പൊളിച്ചു. ആ ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. വടി വലിച്ചെറിയുന്നു, ഇഷ്ടിക വലിച്ചെറിയുന്നു, വെള്ളം നിറച്ച കുപ്പി വലിച്ചെറിയുന്നു, ഇങ്ങനെ വേണ്ട ബഹളം. അപ്പോൾ അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയോ ബിനീഷിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയി പരപ്പന അഗ്രഹാര ജയിലിലിടുകയൊന്നും പിണറായിക്കോ CPMന് പ്രശ്നമായിരുന്നില്ല. ഇന്നിപ്പോൾ പിണറായിയെ ന്യായീകരിക്കുന്ന AK ബാലനെ പോലുള്ള ആളുകൾക്കോ പ്രശ്നമായിരുന്നില്ല. പക്ഷേ വീണാ വിജയൻ്റെ നേർക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ വീണ്ടും അവരത് മലക്കം പറഞ്ഞു, പണി കിട്ടും. 26 പേരെ അറസ്റ്റ് ചെയ്ത് 300 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ED കേന്ദ്രാന്വേഷണ ഏജൻസിയാണ്. ചിലപ്പോൾ തൂക്കിക്കൊണ്ടുപോയ തീഹാർ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു വിവരവും വീട്ടുകാർക്ക് കിട്ടൂല. അപ്പോൾ ഈ ബ്രിട്ടാസ് അടക്കമുള്ള, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള, MP ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഒരു നിലപാടെടുത്തു. വീണ സ്വതന്ത്ര വ്യക്തിയാണ്, ഇനി ED റെയ്ഡ് വന്നാൽ നമുക്ക് പോയി പ്രതിരോധിക്കേണ്ട, ഇഷ്ടിയൊന്നും വലിച്ചെറിയേണ്ടെന്ന് ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. അത് നന്നായി. കാരണം വീണയെ 2 പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോഴും പിന്നെ നമ്മളവിടെ ഇവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു. അന്ന് ആകെ കൂടി കൊച്ചിയിലുണ്ടായിരുന്ന ചെങ്കൊടി, റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന ചുവന്ന കൊടി മാത്രമായിരുന്നു, സിഗ്നൽ കാണിക്കാനുള്ള കൊടിയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിലേക്ക് ED വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
വീണയുടെ അഡ്രസ്സ് അതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ AKG സെൻറ്ററിലേക്ക് ഇനി ED കടന്നെത്തുമ്പോൾ ഒരു നിയമപ്രശ്നവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് AKG സെൻറ്ററിലുള്ള സഖാക്കന്മാർക്കോ അതിന് പുറത്തുള്ള സഖാക്കന്മാർക്കോ അത് പ്രതിരോധിക്കാനും സാധിക്കില്ല. പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശമൊക്കെ ചിലപ്പോൾ അവർക്കുണ്ടാവും, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അതൊന്നും വില പോകില്ല. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ED തോക്കേന്തിയ വളരെ കുറച്ച് പോലീസുകാരുമായാണ് എത്തിയതെങ്കിൽ AKG സെൻറ്റർ റൈഡ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവർ കരുതലോട് കൂടി തന്നെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ സഹാക്കന്മാരൊക്കെ വരുന്ന പോലീസുകാരുടെ തോക്കിൻ്റെ തുമ്പത്തേക്ക് നോക്കി നിൽക്കാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. എന്തായാലും അടുത്ത് തന്നെ അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. AKG സെൻറ്റർ ഈ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയൻ എല്ലാ കാലത്തും ഒരു വലിയ നാണക്കേട് സഹിക്കേണ്ടതായി വരും. അദ്ദേഹം കാരണം പാർട്ടി അടക്കം ആ നാണക്കേടിന് ഉത്തരവാദിയാവും എന്നുള്ളൊരു സാധനം കിടക്കുന്നുണ്ട്. പിന്നെ പോലീസ് കേസ് ഇപ്പോൾ AKG അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, കള്ളത്തരം നടത്തിയാനോ അല്ലെങ്കിൽ അഴിമതി നടത്തിയാനോ അല്ല. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസുണ്ട്. അത് ഇത്തരത്തിലുള്ള കേസുകളാണ്, രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ്. അഴിമതി കേസിൻ്റെ പേരിലല്ല, കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് വലിയ നാണക്കേടാകും. AKG സെൻറ്ററിൽ ഈ പറഞ്ഞ പോലെ AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനം നടക്കുന്നു എന്നുള്ളൊരു പഴി കേൾക്കാനിട വരും. മാത്രമല്ല ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CMRL മാത്രമല്ല വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി ഇടപാട് നടത്തിയേക്കുന്നത്. ഏതാണ്ട് 11ഓളം കമ്പനികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാത്യു കുഴനാടൻ പുറത്തുവിട്ടത് രേഖകളതാണ്. അതായത് 2 മുസ്ലിം വിഭാഗത്തിൻ്റെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 11ഓളം കമ്പനിക്കാണ് വീണ വിജയൻ തൻ്റെ കമ്പനിയിൽ നിന്ന് സേവനം നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനികൾക്കൊക്കെ ഈ അഡ്രസ്സ് വേണമല്ലോ കൊടുക്കാൻ. ഈ അഡ്രസ്സിലാണ് അറസ്റ്റ് ചെയ്യുമ്പോൾ, അല്ല അഡ്രസ്സ് കൊടുത്തിരിക്കുമ്പോൾ ഈ അഡ്രസ്സ് തന്നെ വേണമല്ലോ അവർക്കൊക്കെ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കത്തിടപാടുകളൊക്കെ വരിക AKG സെൻറ്ററിലായിരിക്കും. AKG സെൻറ്ററിൽ ആ വിഭാഗത്തിലിരിക്കുന്ന ആളെ കൊണ്ട് വീണ വിജയന് വേണ്ടി പണിയെടുപ്പിക്കുന്ന കൂടി ഒരു ചടങ്ങില്ലേ. ഇതേ വീണയ്ക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് വീണയെ വിളിച്ച് പറയല്ലേ ഒരു ജോലി അയാളുടെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി സംവിധാനത്തെ തന്നെ തൻ്റെ പണിക്കാരായി ജോലിക്കാരായി മാറ്റുകയല്ലേ പിണറായി വിജയനും വീണ വിജയനും അവിടെ ചെയ്തത്. അത് തൊഴിലാളി വർഗത്തോട് കാണിച്ച അനീതിയല്ലേ. അപ്പോൾ ഇത്തരം പല കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വരും. കൂടാതെ AKG സെൻറ്ററിൽ ED കയറുകയാണെങ്കിൽ അത് പിണറായി വിജയനെ തന്നെ ഒരുപക്ഷെ CPM-ൽ നിന്ന് പുറന്തള്ളുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. അത് എന്നുണ്ടാവും, എങ്ങനെ നടക്കും, അതോ ഇനി ED അങ്ങോട്ട് എത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും അത്തരം ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നമുക്ക് നിഷേധിക്കാനാവില്ല, അല്ലെങ്കിൽ അതിൽ അസ്വാഭാവികതയായി ഒന്നുമില്ല. തീർച്ചയായും പിണറായി വിജയൻ ഇത് അനുഭവിക്കാൻ കിടക്കുന്നു എന്ന് തന്നെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.